ഇക്കുറി ഭാര്യയ്ക്കൊപ്പം ആലുവയിൽ ഫ്രാൻസിസ് തോമസ്. മുൻ നഗരസഭാ ചെയർമാൻ കൂടിയായ ഫ്രാൻസിസ് തോമസ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി 20-ാം വാർഡിലാണ് മത്സരിക്കുന്നത്. 6-ാം അംഗത്തിന് ഇക്കുറി ഭാര്യയ്ക്കൊപ്പം ആലുവയിൽ ഫ്രാൻസിസ് തോമസ്. മുൻ നഗരസഭാ ചെയർമാൻ കൂടിയായ ഫ്രാൻസിസ് തോമസ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി 20-ാം വാർഡിലാണ് മത്സരിക്കുന്നത്. ഭാര്യ എലിസബത്ത് 10-ാം വാർഡിലും സ്വതന്ത്രയായി മത്സരിക്കുന്നു. കഴിഞ്ഞ തവണ 10-ാം വാർഡിൽ 1 വോട്ടിനാണ് ഫ്രാൻസിസ് തോമസ് പരാജയപ്പെട്ടത്. നഗരത്തിലെ പല വാർഡുകളിലും ഒട്ടേറെ വ്യക്തിബന്ധങ്ങൾ ബാബു എന്ന വിളിപ്പേരുള്ള ഫ്രാൻസിസ് തോമസിനുണ്ട്. ഇദ്ദേഹത്തിന്റെ പരേതരായ 2 സഹോദരങ്ങൾ ആലുവയിലെ അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാക്കളും കൗൺസിലർമാരുമായിരുന്നു. ഇത്രയേറെ ജനസ്വാധീനമുണ്ടായിട്ടും കോൺഗ്രസ് ഇദ്ദേഹത്തിന് ടിക്കറ്റ് നൽകിയില്ല. ഇടതുപാളയത്തിലേക്ക് പോകാനാകട്ടെ തൽപരനുമല്ല. 3 വട്ടം കൗൺസിലറായി, 2 വർഷം ചെയർമാനുമായി. നഗരത്തിന്റെ വികസനത്തിന് രാഷ്ട്രീയത്തിനതീതമായ ഒത്തൊരുമ വേണമെന്ന വാദഗതിക്കാരനാണ് ഇദ്ദേഹം. ന്യൂസ് ഡെസ്ക്, ആലുവ.